വിവാഹജീവിതവുമായി ബന്ധപ്പെട്ട് പലതരത്തിൽ എമൗണ്ട് ലഭിക്കുന്നതിനായി കോടതിയെ സമീപിക്കാൻ കഴിയും. മെയിന്റനൻസ് തുക ലഭിക്കുന്നതിനും കേസിന്റെ ഫൈനൽ വിധി വരുന്നത് വരെ ഇന്ററിം മെയിന്റനൻസ് അനുവദിച്ചു കിട്ടുന്നതിനു വേണ്ടിയും, ഡിവോഴ്സ് ആയവർക്കുള്ള പെർമനന്റ് എലിമണിക്ക് വേണ്ടിയും, കേസ് നടത്താൻ പണമില്ലാതെ വരുമ്പോൾ എക്സ്പെൻസ് ഓഫ് പ്രൊസീഡിങ്സിന് വേണ്ടിയും കോടതിയെ സമീപിക്കാൻ കഴിയും. മെയിന്റനൻസ് തുക അനുവദിച്ചു കിട്ടുന്നതിന് ഫാമിലി കോടതിയെയോ മജിസ്ട്രേറ്റ് കോടതിയെയോ ആണ് സമീപിക്കേണ്ടത്. മെയിന്റനൻസ് ആനുകൂല്യത്തിനായി കോടതിയെ സമീപിക്കുമ്പോൾ പ്രത്യേക അപേക്ഷയിന്മേൽ ഒരു നിശ്ചിത തുക അന്തിമ വിധി വരുന്നത് വരെ താൽക്കാലികമായി ഭാര്യയ്ക്കും മക്കൾക്കും നൽകുന്നതിന് വിധിക്കാറുണ്ട്. മെയിന്റനൻസ് തുക അടയ്ക്കാൻ ഉത്തരവായാൽ എന്നു മുതൽ അടയ്ക്കേണ്ടി വരും എന്നത് കോടതി ഉത്തരവിനെ ആശ്രയിച്ചിരിക്കും. ഡേറ്റ് ഓഫ് ഓർഡർ എന്നാണ് കോടതി ഉത്തരവിട്ടിട്ടുള്ളതെങ്കിൽ ആ ഡേറ്റ് മുതലും, അതല്ല ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്നാണെങ്കിൽ ആപ്ലിക്കേഷൻ നൽകിയ ഡേറ്റ് മുതലും അടയ്ക്കേണ്ടതായി വരും. ഇതിൽ ഏതാണ് ഉചിതമെന്ന് തീരുമാനിച്ച് ഉത്തരവിടാനുള്ള അധികാരം കോടതിക്കുണ്ട്. എന്നാൽ 2022 വന്ന ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിപ്രകാരം എന്നാണോ മെയിന്റനൻസ് ആപ്ലിക്കേഷൻ നൽകിയത് അന്നു മുതൽ നൽകേണ്ടതായി വരും. ഡേറ്റ് ഓഫ് ഓർഡർ അല്ല പരിഗണിക്കേണ്ടതെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്.